അമ്മ ഇത് സിമ്പിളാണ്ടാ തനിയെ ഇറങ്ങി വരും. ഓക്കെ ഓക്കെ ആക്ഷൻ ചാടിക്കോ 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 പതുക്കെ ചാടിയാ മതി. റെഡി 1 2 3 അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ട്, സ്റ്റോറി ഇടാം. ചാടിക്കോ. എന്റെ മെമ്മറി കാർഡ് കൂടുതലാവും. അപ്പൊ നമ്മളങ്ങനെ മൂന്നാറ് ഡ്രീം ലാൻഡിൽ വന്നിരിക്കുന്ന അഡ്വഞ്ചർ പാർക്കിൽ. ഇപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, ഇതുവരെയായിട്ട് മൂന്നാറേ വന്നിട്ടില്ല. നമ്മൾ ഈ റൈഡിലൊക്കെ കയറണം, എന്താവുന്നൊന്നും അറിയത്തില്ല. നോക്കാം. അപ്പൊ ഇതിപ്പോ എന്താണ് സ്ഥലം എന്നൊന്നും അത്രയ്ക്കൊരു ഐഡിയ ഇല്ല. ഞങ്ങളവിടെ വന്നപ്പോഴാണ് ഡ്രീം ലാൻഡ് എന്താന്ന് അറിഞ്ഞത്. അപ്പൊ എന്താ സ്ഥലത്തിന്റെ പേരൊക്കെ ഇട്ടുണ്ട്, പക്ഷെ എന്താ സാധനം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇതിൽ കൂടെ തന്നെ എൻട്രി, പക്ഷെ ഞങ്ങൾ ബാക്കിൽ കൂടെ വന്നു തോന്നുന്നു. വെൽക്കം ഡ്രീം ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ കയറണം എനിക്കറിയില്ല. എനിക്കിപ്പോ ഒരു ഐഡിയ ഇല്ല. കളികൾ പോലെ നിൽക്കുകയാണ്. അപ്പൊ റൈഡിൽ കയറുമ്പോഴേക്കും ശരിക്കും കളി പോയി. എനിക്കറിയില്ല, ഞാൻ വീട്ടിൽ പോട്ടെ. അപ്പൊ ഞാൻ കരഞ്ഞാലും ഇല്ലെങ്കിലും ഇവരൊക്കെ ടിക്കറ്റ് എടുത്തതിന് ശേഷമായിരിക്കും ഞാൻ ഓടുക. അപ്പൊ ഇവരെന്റെ പിന്നാലെ ഓടി വരേണ്ടി വരും. അങ്ങനെ നമ്മളിത് ഡ്രീം ലാൻഡിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ദിവസം കുറച്ച് റൈഡിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസം കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫുള്ള് റൈഡ്സിലും കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴക്കാറുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെറുതായി തുള്ളിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ 1 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസമായിരുന്നു അത് ഫുള്ള് ഒരുപാട് പേര് ഉണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത് അറിയത്തില്ല, കുറവായിരുന്നു ആൾക്കാരൊക്കെ. അപ്പോൾ ആദ്യം ഈ ഒരു പാലത്തിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കിടക്കുകയാണ്. ഈ ഒരു പാലത്തിൽ കൂടെ അങ്ങോട്ടേക്ക് കിടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ റൈഡ്സിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെത്തി അവസാനം ഒരു റൈഡ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് സേഫ്റ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് തന്നു. അപ്പോഴാണ് ഹെൽമെറ്റ് ഇടുമ്പോഴാണ് എൻ്റെ തല ഞാൻ മേളിൽ പിടിച്ചായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിയതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിരിച്ചിട്ട് അവസാനം ഇങ്ങനെ ഞാൻ ഈ ഒരു സംഭവത്തിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിരുന്നു, ചെറുതായി ആടുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാണ്ട് ഞാൻ അവിടെ നിന്ന് അപ്പുറത്തോട്ട് മെല്ലെ മെല്ലെ ആണെങ്കിലും കടന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് അവസാനം അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്തത് ഈ ഒരു റൈഡിലായിരുന്നു. ഇതും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പതിയെ പിടിച്ച് അപ്പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ താഴെ വെച്ചിരിക്കുന്ന സാധനം ഒറ്റ കയറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ ഇനി കയറുന്നതിന് മുന്നേ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് വീഴുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കയറിയപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ആടുന്നതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം മാത്രം പറ്റിയത്. അല്ലാതെ ആടുന്നില്ലെങ്കിൽ ഓക്കെയാണ് സാധനം. അങ്ങനെ ഞാൻ ഇതും അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എനിക്ക് കാലും കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. വീഴുമെന്നുള്ള ടെൻഷനല്ല, എന്നാലും ചെറുതായിട്ട് എവിടേക്കും ഒരു പേടി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളത് ഈ ഒരു റൈഡിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ദൈവമേ, ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് മനസ്സിൽ കൂടെ ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും ദൂരം എത്തിയെന്നുള്ളത്. അപ്പം ഈ ഒരു കയറൊക്കെ കണ്ടപ്പം ഞാൻ അധികം ദൂരത്തൊന്നും എത്തൂല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും ദൂരത്തെത്തുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അങ്ങനെ ഇവരും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് തന്ന് എന്നെ എങ്ങനെയെങ്കിലൊക്കെ മുകളിലേക്ക് പറത്താനുള്ള ശ്രമത്തിലാണ്.
എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് ഈ റൈഡ് കാണുന്നതൊക്കെ. അപ്പം ഇവരിങ്ങനെയൊക്കെ പിടിച്ച് തന്നെ മുകളിലേക്ക് എയറിലേക്ക് പൊങ്ങി നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ പൊക്കുന്നായിരുന്നു. പക്ഷേ ഇവരങ്ങനെ തന്നെ മറിച്ചിട്ട് ഒറ്റ പൊക്കൽ, ആ ഒരു പൊക്കൽ ഞാൻ പിന്നെ സ്വർഗം കണ്ടു. എനിക്കെന്നുണ്ടെങ്കിൽ ഞാൻ താഴെയൊക്കെ വരുന്ന സമയത്ത് കണ്ണടയ്ക്കും, മുകളിൽ പോകുമ്പോൾ കണ്ണ് തുറക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല. ഞാൻ നിലവിളിച്ചൊന്നുമില്ല, അതുകൊണ്ട് ഭാഗ്യം. ഞാൻ നിലവിളിച്ചതിന് സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറച്ചായപ്പോഴേക്കും ഞാൻ കിളി പോയി, ശരിക്കും കിളി പോയി. അങ്ങനെ ഞാൻ കുറേ പറഞ്ഞായിരുന്നു വേണ്ട വേണ്ടെന്ന്. പക്ഷേ ഇവരെന്നെ ഒന്നുകൂടി ചെയ്യിപ്പിച്ച് എനിക്ക് ശരിക്കും ഒരു കിളിപോയ പോലെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. എങ്കിലും ഈ ഒരു ഇതും കഴിഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെ ഡെഡായി. എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി എന്നായി. എങ്കിലും ഞാൻ നിലവിളിച്ചൊന്നുമില്ല. ഞാൻ അത്രയും പവർഫുള്ളാണ്. ഞാൻ നിലവിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും കഴിച്ചത് ശരിക്കും വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ടഫാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബാക്കിലേക്ക് മറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കുറച്ച് താഴെ എത്തുന്ന സമയത്ത് ഇതുപോലെ 2-3 ചാട്ടമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അവിടെ പോയിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത് ഇതായിരുന്നു. എനിക്ക് ഒന്നാമത് താഴെക്കൂടെ തന്നെ സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല. പക്ഷെ എന്നിട്ട് ഞാൻ മേലെ കൂടെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഓട്ടിച്ച് അങ്ങനെ ഞാൻ അതും ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ തലചുറ്റി അവസാനം തലചുറ്റാത്തൊരു കളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സംഭവം ഞാൻ കുറേ കാലം ചെയ്യണം വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് ഇവരെന്താ നേരെ ഒന്ന് നോക്കി വിടാൻ ഇവർക്ക് അറിയില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ ഓക്കെ അല്ലേ? അല്ല അങ്ങനെ വലിച്ചിട്ട് അങ്ങോട്ട് നോക്കിട്ട് ചെയ്യണേ. ഒന്നുകൂടി ടയറിൽ പൊറുക്കി പിടിച്ചോ? നേരെ ഇരുന്നോ? തള്ളിയിടാൻ വേണ്ടിയല്ല, പയ്യെ കിടക്കുള്ളൂ. തള്ളിയിടില്ല. ആ
എന്നോട് വെയിറ്റ് ചെയ്തിരിക്കുവാനായിട്ട് കാർ ഞാൻ നടക്കറിയാം ഈ പണിയാണോ ആ എനിക്ക് പേടിയുണ്ട് ഞാൻ ഫോണിൽ താഴെയിടും മിഠായി കോഫി ഫ്രണ്ടിൽ തന്നെ പിടിച്ചോ. എടാ അയ്യോ സ്പീഡിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല ആ ഇത്രയും സ്പീഡേ ഉള്ളൂ. എടാ അത് ഇറങ്ങി ഈ കൂടെ കുത്തറ പോണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റൂലേ നന്നായിട്ട് പേടിച്ചിരിക്കുമ്പോൾ ഇരിക്കേ. പക്ഷെ അത് എടുക്കുന്നത് ഇതിനെ കിട്ടില്ല. എടാ അത് ഞാൻ എല്ലാവിടെയും ഇത് കൊള്ളാം. മോളവിടെ എങ്ങടാ ഇറങ്ങിക്കോടാ ഇറങ്ങി ഓക്കെ അതിനകത്തോട്ട് നോക്കി നിരത്തിനകത്തോട്ട് നോക്കി നല്ല ബിരിയാണി ഞാൻ സ്കൂളിലെ പിള്ളേർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടേ? ഒന്നുമില്ല, പേടിക്കാനില്ല. നാളെ സ്കൂളിലെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? 2 റോപ്പെ പിടിക്കേ. ഇന്ന് നമുക്ക് ഇതാണ് സ്റ്റോറി ഇടാൻ വേണ്ടി. അടിച്ചോ. ആക്ഷൻ. നേരെ നോക്കിക്കോ. സിനിമയിലാന്ന് വിചാരിച്ചാൽ മതി. സിനിമയിലാന്ന് വിചാരിച്ചാൽ മതി. ചടിക്കോ നിക്കേ. ഓക്കെ റെഡി ആക്ഷൻ. നിങ്ങളൊരാൾ ചായ കാണിക്കുന്നാലോ ചേട്ടാ നിങ്ങളാരും ഇത്രേ ഉള്ളൂ. അയ്യേ ഓ ഇങ്ങനെ വരുന്നില്ലേ നമ്മിച്ചോ ഇവിടെ നോക്കണ്ട നേരെ പോയിക്കോ. ഇല്ലാതെ അമ്മ ഇത് സിമ്പിളാണ്ടാ, തനിയെ ഇറങ്ങി വരും. ഓക്കെ ഓക്കെ ആക്ഷൻ.
ചാടിക്കോ 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 പതുക്കെ ചാടിയാ മതി. റെഡി 1 2 3. അത്താൻ്റെ വീഡിയോ ഉണ്ട്, സ്റ്റോറി ഇടാം. ചാടിക്കോ. എന്റെ മെമ്മറി കാർഡ് ഉള്ളാവും. ചാട്, മഴയും പെയ്യും ഇപ്പൊ. നിങ്ങൾക്ക് അതിനെ റെക്കോർഡ് ഓഫ് ചെയ്യുമ്പം ചാടും. ആക്ഷൻ ആക്ഷൻ പറഞ്ഞിട്ട് ചാടി അവളെ പേടിയാണ്. ചാടിയോ, കണ്ണെടുത്തേക്ക് ചാട്. ഭായിയാണെങ്കിൽ മറ്റേ ബെൽറ്റ് ഒന്നും ഇല്ലത് ചാടി. തോറ്റ് ദൂരന്മാരി വേണ്ടി ചാടിക്കോ ചാടിക്കോ സ്റ്റോറി ആകട്ടെ. ചാടിക്കോ. 5, 4, 3, 2, 1, go! കേറുടെ. കള്ളം പറയണത്. ബൈ അക്ക പറ, അക്ക പറ. ഇപ്പുറത്തെ ഇട്ടേക്ക്. 3, 2, മഴ മഴ മഴ. ചാള 3, 2, 1, go! ഭായിയാണെങ്കിൽ മറ്റേ ബെൽറ്റ് ഒന്നും ഇല്ലത് ചാടി. തോറ്റ് ദൂരന്മാരി വേണ്ടി സ്റ്റോറി ആകട്ടെ. 5, 4, 3, 2, 1, go! ഇപ്പുറത്തെ 3, 2, 1, go! Three, 2, 1, go! Two, one, go! രണ്ടല്ല 3 4 അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് അവസാനം നമ്മളിത് ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നു കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമേ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു പപ്പടത്തിനെ പറ്റിയിട്ട്. എനിക്ക് എൻ്റെ പപ്പടം അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ നിന്ന് പപ്പടം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തോടെ ചോദിച്ചപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പടമൊക്കെ കൈമാറി അവസാനം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, രസം ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾ എവിടേക്കൊക്കെ വന്നാലും എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഫുഡിന് വിട്ടിട്ട് ഒരു കളിയില്ല. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു പീസും കൂടി വേണം തോന്നിയിട്ട് അപ്പൊ ഞാൻ അച്ഛൻ്റെ നിന്ന് എടുത്ത് അച്ഛൻ്റെ ഒരു ചെറിയ പീസും കൈ കൊടുത്ത് അവസാനം ഞാനിത് ആ ഒരു ചിക്കൻ കാലും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു.
അങ്ങനെ നമ്മൾ അടുത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കഥകളി ഫ്യൂഷൻ കാണാനായിരുന്നു. നമ്മളുടെ പുനർജനി ട്രഡീഷണൽ വില്ലേജിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇവരുടെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഇവിടെ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന്. ഞാൻ സാധാരണ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ ഡ്രസ്സിങ് ഒക്കെ. അങ്ങനെ അവിടെ നമ്മളെ കണ്ടത് ഭരതനാട്യം, കുച്ചിപ്പൊടിയും എല്ലാം ചേർന്നൊരു സാധനമായിരുന്നു. തെയ്യവും കഥകളിയൊക്കെ ആയിട്ട് ആ ഒരു നമ്മളുടെ കഥകളി ഫ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഥകളി മാത്രമല്ല നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓരോരുത്തരും ഓരോരോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ കുറേ നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ എങ്ങനെയാണ് ഇത് കണ്ടിരിക്കുന്നത്, ഭയങ്കര ബോറായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെയാണ്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ ഒരു മടുപ്പ് ഒന്നും തോന്നത്തില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോകേണ്ടതെന്നുള്ള ലിസ്റ്റൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതേപോലെ തന്നെ നല്ല രസമായിരിക്കും, അതേപോലെ കുറേ മിഠായും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. അതേപോലെ ഞങ്ങൾ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഈ ഒരു സെറ്റപ്പായിരുന്നു, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം മേടിക്കണമെന്നുണ്ട്, പക്ഷെ മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മളത് ഈ ഒരു റബ്ബർ കൊണ്ടുണ്ടാക്കിയ പാമ്പും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലത്തെ നിലകളിലൊക്കെ കുറേ നമ്മളുടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ താഴത്തെ നിലയിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയുടെ ആ ഒരു ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാൻ. അങ്ങനെ നമ്മൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിവിയൊക്കെ ഡ്രൈ ആക്കിയിട്ട് സീനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ചോക്ലേറ്റ് മാത്രമല്ല വൈറ്റ് ചോക്ലേറ്റും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ചൊക്കെ കഴിച്ചു. അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഫുള്ള് ശരിക്കും മട്ടിച്ച പോലെയായിരുന്നു. നല്ലവണ്ണം ശരിക്കും അത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ അതൊക്കെ കഴിച്ച് കുറേ തേരപ്പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ സീനായിരുന്നു. കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ കഴിച്ചു. പിന്നെ അവിടെ കൊക്കോ പൗഡറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു അങ്ങനത്തെ ഒന്നും മേടിക്കണ്ട, ഇങ്ങനത്തെ മേടിച്ചാൽ മതി, നമ്മൾ ചോക്ലേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനമില്ലേ, ഇതാണ് ഞാൻ ആദ്യം മേടിക്കണം വിചാരിച്ചത്. പക്ഷേ വേറൊരു സാധനമാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച അവസാനം ഞങ്ങളത് ഇവിടെ നിന്ന് ചെറുതായി ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വന്നപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഒരു കാഴ്ച. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഒരമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരിനെയൊക്കെ തൊടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ പിള്ളേരിനൊന്നും അധികം തൊടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അമ്മനെ തൊട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിള്ളേരൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എന്നാലും ഞാൻ തൊട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.